അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എഡ്യൂതൻസിൽ തിയോളജിക്കൽ ഈ സ്കൂളിങ്ങിൻ്റെ കീഴിലുള്ള ഇഹ്സാൻ ഗ്രാൻഡ് കിസ് 2K26 സീസൺ 2 സ്വാഗതം. ഇന്ന് പറയാനുള്ള വിഷയം, ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും ഏറ്റവും വിസ്മയകരമായത്, ഏറ്റവും അത്ഭുതകരമായത് മനുഷ്യനാണ്. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളിലും ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ചിന്തിക്കാൻ കഴിയുന്നവൻ, സ്നേഹിക്കാൻ കഴിയുന്നവൻ, സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, അതായത് മറ്റൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ കഴിയുന്നവൻ. അപ്പോൾ ഇത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പ്രത്യേക സ്ഥാനത്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായി സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരം ഒരു ജീവിച്ചിരിക്കുന്ന അത്ഭുത യന്ത്രമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തീനിൽ പറയുന്നുണ്ട്, നാം മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. നാം മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സൂറത്തു തീനിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്നാൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്ന മറ്റൊരു ആയത്താണ്, മണ്ണിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. ആദം നബി അലൈഹി ഇസ്ലാമിനെ, മനുഷ്യപിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ദുർബലനായാണ് ജനിക്കുന്നത്. എന്നാൽ അറിവിലൂടെ മനുഷ്യൻ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മനുഷ്യൻ അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. അറിവിലൂടെയാണ് മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത്. സൃഷ്ടാവ് മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ബുദ്ധിയും വിവേകവുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ബുദ്ധിയും വിവേകവുമാണ്. ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യ ശരീരത്തിലെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ബ്രെയിനാണ്, മസ്തിഷ്കം. ഈ ഒരു മസ്തിഷ്കത്തിൽ 86 ബില്യൺ ന്യൂറോണുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറിന് പോലും ഇതിൻ്റെ അടുത്തെത്താൻ പോലും സാധിക്കില്ല. അപ്പം അത്രത്തോളം ഉയരങ്ങളിലാണ് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഒരു ദിവസം ഏകദേശം 1,00,000 തവണ, ഒരു ദിവസം ഏകദേശം 1,00,000 തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. ശരീരത്തിലുടനീളം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും 7000 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ജനനത്തിൽ നിന്ന് മരണം വരെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് കണ്ണുകൾ എന്ന് പറയുന്നത്. 10 മില്യൺ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിന് 10 മില്യൺ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ക്യാമറയേക്കാൾ സങ്കീർണമായിട്ടുള്ള ഘടനയാണ് കണ്ണിനുള്ളത്. നാലാമത്തെ ഭാഗമെന്ന് പറയുന്നത് DNA ആണ്. DNA എന്താണ്? DNA ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ DNA ഉള്ളത്. ലോകത്ത് 2 ആളുകൾക്ക് ഒരേ DNA ഉണ്ടാവില്ല. അതായത് ഇരട്ട കുട്ടികൾക്കൊഴികെ. ചിലപ്പോൾ ഇരട്ട കുട്ടികൾക്ക് ഒരേ DNA ഉണ്ടാവാം, അല്ലേ? ഇനി മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മനുഷ്യനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യനിക്ക് നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. മനുഷ്യനിക്ക് ഭാഷ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്. മനുഷ്യനിക്ക് മറ്റൊരു വസ്തു ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് മനുഷ്യനെ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്, അല്ലെങ്കിൽ വേറിട്ട് നിർത്തുന്നത്. ഇനി മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്താണ്? എന്തിനാണ് മനുഷ്യനെ ഇത്രയും വലിയ ജീവിയായി സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപം സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളോട് പറയുന്നുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന്.
ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയോഗിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ ഭൂമിയെ സംരക്ഷിക്കണം, മനുഷ്യൻ നീതി പുലർത്തണം, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, മനുഷ്യർ പരസ്പരം സഹായിക്കണം. അതാണ് മനുഷ്യനിക്ക് എല്ലാ കഴിവുകളും മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനിക്ക് നൽകിയിട്ടുള്ളത്. ഇനി മനുഷ്യൻ ആത്മീയവും മാനസികവുമായിട്ടുള്ള ഒരു മഹാ അത്ഭുതം തന്നെയാണ്. മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവയൊക്കെ മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ ശരീരപരമായി മാത്രമല്ല ആത്മീയപരമായും ബുദ്ധിപരമായും ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. ശാസ്ത്രം മനുഷ്യന്റെ ശരീരഘടനയെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമികമായി മനുഷ്യന്റെ ലക്ഷ്യവും ഉത്തരവാദിത്വവും വ്യക്തമാക്കി പറയുന്നുണ്ട്. അതിനാൽ നമ്മൾ നമ്മുടെ സൃഷ്ടിയെ തിരിച്ചറിഞ്ഞാൽ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ എളുപ്പമാകും. ഒന്നുകൂടി പറയാം, നമ്മൾ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയധികം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ സൃഷ്ടാവിലേക്ക് നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചും മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകട്ടെ. അതനുസരിച്ച് നന്മയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.